തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുക്കാട്ടിൻ തണലിൽ ഇട്ടു. ആൾ പോയി അതിനെതിരെ ഒരു അമ്പിൻപാട് ദൂരത്ത് ഇരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിന് ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചവളോട്, ഹാഗരെ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചുകൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്നരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണ് തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പ്രാർത്ഥനയിൽ കണ്ണീരിന് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ മുന്നിലെ അനേകം കീറാമുട്ടികളായ പ്രശ്നങ്ങളെ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് പരിശ്രമിച്ച് നോക്കുക. അത്തരം പ്രാർത്ഥനകൾ സ്വർഗസിംഹാസനത്തെ ചലിപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ബെർശേബ മരുഭൂമിയിൽ ഒഴുന്നു നടന്ന ഹാഗറിനെ ശ്രദ്ധിക്കുക. അബ്രഹാമിൻ്റെ ഭവനത്തു നിന്നും പരിത്യജിക്കപ്പെട്ട ഒരു അടിമ സ്ത്രീയായ ഹാഗറിൻ്റെ കണ്ണീരിൻ്റെ മുന്നിൽ സ്വർഗസിംഹാസനം പിടിച്ചുലക്കപ്പെട്ടു. ഹാഗർ കൈപ്പോടെ കരഞ്ഞ് മരുഭൂമിയിൽ ദൈവത്തെ വിളിച്ചിറക്കി. കൂട്ടു സഹോദരിയുടെ നിരന്തരം ഏറ്റുവാങ്ങിയ ഹന്നായുടെ കണ്ണീരിൽ കൊടുത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചു. അവൾ ദുഃഖങ്ങളുമായി ദൈവസേനയിൽ ചെന്ന് ഹൃദയം പകർന്നു. ദൈവം അവളുടെ പ്രാർത്ഥന കേട്ടു. 1 ശമൂവേൽ 1:15 മുതൽ 18 വരെ. കണ്ണുനീരോടെ വിതയ്ക്കുന്ന ആർപ്പോടെ കൊയ്യുമെന്ന് 126-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. എല്ലാ പ്രാർത്ഥനകൾക്കും ഉടനെ മറുപടി ലഭിക്കണമെന്നില്ല. ചില പ്രാർത്ഥനകളുടെ മറുപടിക്കായി നാം ദൈവസേനയെ കാത്തിരിക്കേണ്ടി വരും. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു. അവനെങ്കിലേക്ക് ചാഞ്ഞ് എൻ്റെ നിലവിളി കേട്ടുവെന്ന് നാം വായിക്കുന്നുണ്ട്. സഹിഷ്ണുതയോടെ കാത്തിരിക്കുക എന്നൊരർത്ഥം ഈ വാക്യത്തിന് ഉണ്ട്. ഇംഗ്ലണ്ടിലെ ദരിദ്രരുടെ ഇടയിൽ ക്രിസ്തീയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്ന വില്യം ബൂത്തിനോട് സഹപ്രവർത്തകർ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ ഒരു പ്രത്യേക വിഷയത്തിന് വേണ്ടി വളരെ പ്രാർത്ഥിച്ചിട്ടും മറുപടി ലഭിക്കുന്നില്ല. ഇത് കേട്ട വില്യം ബൂത്ത് അവരോട് ചോദിച്ചു, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാൻ നിങ്ങൾ വളരെ ശ്രമിച്ചു കാണും, എന്നാൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചോ? ഇല്ല എന്നായിരുന്നു അവരുടെ ഉത്തരം. അങ്ങനെയെങ്കിൽ ഇനി ചെന്ന് കണ്ണുനീര് കൊണ്ട് പരിശ്രമിച്ചു നോക്കുക, ബൂത്ത് അവരോട് പറഞ്ഞു. അവർ മടങ്ങിച്ചെന്ന് കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് ആ കാര്യത്തിന്മേൽ വിജയം നേടി. ഒരു പ്രത്യേക കാലപരിധി വരെ കാത്തിനു ശേഷം ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുന്ന പ്രാർത്ഥനയുണ്ട്. അബ്രഹാമിനും സാറയ്ക്കും ദൈവത്തിൽ നിന്ന് വാഗ്ദത്തം ലഭിച്ച ശേഷം ഏകദേശം 1/4 നൂറ്റാണ്ട് വരെ വാഗ്ദത്ത നിവൃത്തിക്കായി കാത്തിരിക്കേണ്ടി വന്നു. കാത്തിരിപ്പിൻ്റെ സമയങ്ങൾ ക്ഷമയെ പരിശോധിക്കുന്ന പരീക്ഷണഘട്ടങ്ങൾ കൂടിയാണ്. ദൈവവാഗ്ദത്തങ്ങൾ ദീർഘിപ്പിക്കുമ്പോൾ വാഗ്ദത്ത നിവൃത്തീകരണത്തിന് ചില കൃത്രിമ മാർഗങ്ങൾ സ്വീകരിക്കുവാൻ ചിലപ്പോൾ പ്രേരണയുണ്ടാകും. സാറയ്ക്കും അബ്രഹാമിനും ഇത്തരം അമളിയാണ് പിണഞ്ഞത്. ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് അസഹിഷ്ണുത നിറഞ്ഞവരായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഹാഗറിൽ ഇസ്മയിൽ ജനിക്കാൻ കാരണമായി. അതൊരു ദുരന്താനുഭവമായിട്ട് തീർന്നു. പ്രാർത്ഥനയ്ക്ക് മറുപടി താമസിക്കുമ്പോൾ ദൈവത്തിൻ്റെ സമയത്തിനായി സഹിഷ്ണുതയോടെ കാത്തിരിക്കുക. നമ്മുടെ പ്രാർത്ഥനാ വിഷയം ദൈവത്തിന് വിലങ്ങത്തടിയായി തീരാതിരിക്കട്ടെ. തകർന്ന ഹൃദയങ്ങളെയും മുറിവേറ്റ മനസ്സിനെയും അവഗണിക്കാത്ത ദൈവം നമ്മുടെ അവസ്ഥ പൂർണ്ണമായി അറിയുന്നവരാണ്. ഏകാന്തതയുടെയും ദുഃഖത്തിൻ്റെയും തുരുത്ത് നാം അനുഭവിക്കുമ്പോൾ, അങ്ങനെയുള്ള സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോകുമ്പോൾ ദൈവസേനയെ നാം വിലയേറിയാണെന്ന് അറിയുക. ഒരിക്കലും തള്ളിക്കളയാത്ത ദൈവത്തിൽ ആശ്രയിക്കുക. അവിടുന്ന് നമ്മെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല.